കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പരമ്പരാഗത ജ്ഞാനത്തെയും ആധുനിക ശാസ്ത്രത്തെയും ബ്രിഡ്ജ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു സ്ഥാപനമാണ് ഇത്. ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ, വരാൻ പോകുന്ന വർഷങ്ങൾ ലോകം ഇവിടേക്ക് എത്തിപ്പെടാൻ പോകുന്ന വർഷങ്ങളായിരിക്കും. വലിയ മാറ്റങ്ങൾ, വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ഉണ്ടാകും. ഈ സ്ഥാപനത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ഈ നാട്ടിലും കേരളത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഏതാനും ആഴ്ചകൾക്ക്, ഏതാനും 1-2 മാസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്താണ്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയെല്ലാം നമ്മൾ ക്ഷണിച്ചുകൊണ്ട് താല്പര്യമുള്ളവർ, നമ്മൾ അത് പബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഒന്നിച്ചു കൊണ്ടുവന്നു. ആ വർക്ക്ഷോപ്പിൻ്റെ അവസാനം 40 സ്ഥാപനങ്ങൾ നമ്മളുമായി അവരുടെ താല്പര്യപത്രം തന്നുകൊണ്ട് ആയുർവേദ ഗവേഷണ കേന്ദ്രവും IRIയുമായി സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിൽ CSIR ഉണ്ട്, ICMR ഉണ്ട്, ഐഷർ ഉണ്ട്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ, ഏതാണ്ട് 40ഓളം സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായിട്ട് സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചു. ഇനി ശേഷിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സാങ്കേതികത്വം ഗവേണിംഗ് ബോഡിയിൽ അത് വെച്ചുകൊണ്ട് അതിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും, ഉദാഹരണത്തിന് മലബാർ ക്യാൻസർ സെൻറ്റർ, കണ്ണൂരിൽ തന്നെയുള്ള തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻറ്റർ ആദ്യമായി ഇൻ്റഗ്രേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള താല്പര്യപത്രം നൽകുകയും അത് നമ്മൾ ആരംഭിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട CM വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തൊരു കാര്യമാണ്. പലപ്പോഴും ഗവേഷണങ്ങൾ ദ്വീപുകളായിട്ട് നിൽക്കും, ഒറ്റപ്പെട്ട ദ്വീപുകളായിട്ട് നിൽക്കും. വളരെ ടൈറ്റൻഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വളരെ വിഷമമാണ്. കാരണം ഒരുപാട് നൂലാമാലകൾ. ഇപ്പോൾ എനിക്ക് നമ്മുടെ വളരെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സർക്കാർ മേഖലയിലുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം അലോപ്പതിയിലെ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വളരെ മിടുക്കനായിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം ആയുർവേദ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കമ്പാർട്ട്മെൻറ്റ്സ്, അത് അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് ഈ തരത്തിൽ ഇതിന് അനുവാദം നൽകണം. ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എടുത്തു അങ്ങനെ വരുന്നവർക്ക് മാത്രമേ ആ വെല്ലുവിളികളെ അല്ലെങ്കിൽ ആ ചാലഞ്ചസ് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ കാണേണ്ടത് ശാസ്ത്രം, ജ്ഞാനം, അറിവുകൾ അത് പരസ്പരം കൈമാറുകയും ലോകത്തിന്, പുതിയ കാലത്തിന് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. നമ്മളിവിടെ നടത്തുന്നത് തെളിവാധിഷ്ഠിത ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നമുക്ക് ഗവേഷണ കേന്ദ്രമുണ്ട്, 100 ബെഡുള്ള ആശുപത്രിയുണ്ട്, താളിയോല കേന്ദ്രമാണ്. താളിയോല കേന്ദ്രത്തിൽ അമൂല്യമായ ട്രഷറാണ് താളിയോലകൾ. അപ്പോൾ അവിടെ 90,000 താളിയോലകൾ ഇതിനോടകം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ നമുക്ക് DMEയുടെ ഡയറക്ടർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കയ്യിൽ അവിടെ കുറേ താളിയോല ശേഖരങ്ങളുണ്ട്. നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള കുറേ താളിയോല ശേഖരം, ചിലത് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളത് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് ഇവിടെ സൂക്ഷിക്കും. അതോടൊപ്പം വിവിധ കുടുംബങ്ങളിലുള്ള, പരമ്പരാഗതമായി ഈ വൈദ്യ മേഖലയിലുള്ള കുടുംബങ്ങളിലുള്ള അവർ ട്രഷർ ചെയ്യുന്ന ആ താളിയോലകൾ അവർക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ നമ്മൾ സർക്കാർ ഏറ്റെടുക്കും. അതല്ല അവിടെ സൂക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പകർപ്പ് ഇവിടെ ലോകത്തിനും തലമുറകൾക്കും വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജപ്പാനിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ നമ്മളുമായിട്ട് സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ ആയുർവേദ മേഖലയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഒന്ന് സ്റ്റാൻഡർഡൈസേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മരുന്നുകളുടെ സ്റ്റാൻഡർഡൈസേഷൻ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അത് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരേ മരുന്നുകൾ പലയിടത്തും പല കൂട്ടുകളായിരിക്കും, പല രീതിയിലായിരിക്കും അതിൻ്റെ ചേരുവകൾ കൂടുക. അതിന് സമാനതകൾ ഉണ്ടാകില്ല, അതിൽ വ്യത്യസ്തതകൾ ഉണ്ടാകും. അതിൽ തന്നെ ഏത് കമ്പോണൻറ്റിനാണ് ഏറ്റവും ഇഫക്റ്റീവ് എന്ന് ചോദിക്കുമ്പോൾ
അവിടെയാണ് റിസർച്ചിൻ്റെ പ്രസക്തി അതിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ ആ നിലയിലുള്ളൊരു സ്റ്റാൻഡർഡൈസേഷൻ, തെളിവാധിഷ്ഠിതമായി ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുൻപ് തന്നെ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു വളരെ വിപുലമായിട്ടുള്ളൊരു വർക്ക്ഷോപ്പ്, കോൺഫറൻസ് നമ്മൾ നടത്തിയിരുന്നു. ആയുർവേദ മേഖലയെ സംബന്ധിച്ചോളം, DMEയും ആയുഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശുപത്രികൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ 60-ലധികം തസ്തികകൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം ആയുഷിൽ, ഹോമിയോയിലാകട്ടെ, അതോടൊപ്പം തന്നെ ആയുർവേദത്തിലാകട്ടെ ഏറ്റവും കൂടുതൽ തസ്തികകൾ 115 തസ്തികകൾ ആയുഷിൽ, 45 തസ്തികകൾ ഹോമിയോയിൽ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ, ഗുണനിലവാരം, സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആയുഷ് ഡിസ്പെൻസറികൾ സ്ഥാപിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട CMൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രഡീഷണൽ മെഡിസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. അത് കാപ്പുകാടാണ്. അത് ഗോത്രവർഗ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശത്താണ് ഉള്ളത്, തിരുവനന്തപുരത്ത്. കാപ്പുകാട് അതിൻ്റെ സാങ്കേതിക അനുമതി നൽകി അതിൻ്റെ ടെൻഡർ നടപടികൾ ആയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാജ്യത്തെ ആദ്യത്തേതായിരിക്കും ഒരു ട്രഡീഷണൽ മെഡിസിൻ്റെ ഹബ്ബ് നമ്മൾ കാപ്പുകാട് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിനെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടേറെ വെല്ലുവിളികളുണ്ടായി. ഒന്ന്, നമ്മൾ ഇതിൻ്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടത് പ്രകൃതിയോട് ചേർന്ന്, ഇവിടെ നമുക്ക് വെട്ടുകല്ല് ഏറ്റവും കൂടുതൽ കിട്ടുന്ന, ആദ്യം വന്ന പ്ലാൻ മൊത്തം മരങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഭിത്തികളെല്ലാം ചെയ്യുന്ന നിലയിലാണ് വന്നിരുന്നത്. പക്ഷെ നമ്മളിത് ഇവിടുത്തെ നമ്മളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ആ വെട്ടുകല്ല് ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അത് പ്ലാനെല്ലാം മാറ്റി അതിനനുസരിച്ചുള്ള DPR തയ്യാറാക്കി. അതിന് ശേഷം അതിൻ്റെ മറ്റു നടപടികൾ, ടെൻഡർ നടപടികളിലേക്ക് ഒക്കെ പോയി. പലതവണ ടെൻഡർ ചെയ്തു എടുക്കാൻ. കോവിഡിൻ്റെ ഒരു 2021-22 കാലയളവാണ്. അപ്പോൾ എടുക്കുന്നതിന് ആളുകൾ ആദ്യഘട്ടത്തിൽ ഒരാൾ 2ആളൊക്കെയാണ് വന്നത്. ഹൈ ആയിട്ട് കോട്ട് ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഈ 2021-22 കാലയളവിൽ, അത് 22-ലാണോ 21 അവസാനമാണോ, നമ്മൾ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട ശൈല ടീച്ചറും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു. നമ്മൾ ഈ പ്രദേശമെല്ലാം അന്നു മുതൽ പലതവണ, അനേകം തവണ ഇവിടെ വരികയും ഇവിടെ മീറ്റിംഗ് ചേരും. ഇവിടെ നമുക്കൊരു ടെൻ്റ് അടിച്ചൊരു ഇതുണ്ടായിരുന്നു. അവിടെ അതിനകത്ത് മീറ്റിങ്ങുകൾ ചേർന്നു, തിരുവനന്തപുരത്ത് മീറ്റിങ്ങുകൾ ചേർന്നു. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടവും പിന്നെ ഇതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരും. ഗവേണിംഗ് ബോഡി, ഞാൻ ബഹുമാനപ്പെട്ട CM വെല്ലിത്താൻ സാറിനെ ഇവിടെ ഓർമ്മിച്ചു. അദ്ദേഹം വളരെ ക്ഷീണാവസ്ഥയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. കാരണം ഈ ഗവേണിംഗ് ബോഡിയിലും നമ്മളിത് എങ്ങനെ വേണം ഇതിൻ്റെ ഭരണസമിതികൾ എന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ വെല്ലിത്താൻ സാറിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ, ഒരു ആശയത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഇതിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കണമെന്ന് ബഹുമാനപ്പെട്ട CM പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളിതിൻ്റെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, അങ്ങ് വരണം. അപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഫിസിക്കലി എനിക്ക് പറ്റില്ല, ഞാൻ ഓൺലൈനിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അധിക നാളുകൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആദ്യ ഫയൽ പോയത്. പക്ഷേ ആ ഫയൽ ഉത്തരവാകുന്നതിന് മുൻപ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നീട് ഇങ്ങോട്ടുള്ള അതിൻ്റെ ഏത് രീതിയിൽ വേണം മറ്റതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ലോകത്തിനുള്ള സമ്മാനമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കട്ടെ. അതോടൊപ്പം ഞാൻ നേരത്തെ തന്നെ നമ്മളിവിടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ കെട്ടിടം അല്ല, ആ കെട്ടിടത്തിനപ്പുറം ഇവിടുത്തെ ഫങ്ഷനാലിറ്റി ഈസ് ക്വയറ്റ് ഇമ്പോർട്ടൻ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെ പ്രവർത്തിക്കുന്നത്, അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞൊരു കാര്യം. എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കുകയും ഒരു 3-4 വർഷമായിട്ട് നമ്മൾ 4.5 വർഷം സ്പെഷ്യൽ ഓഫീസറിനെ നിയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്.